നമസ്കാരം. മറ്റൊരാളുടെ വസ്തുവിൽ കൂടി നിങ്ങൾക്ക് വഴി ലഭിക്കാൻ അവകാശമുണ്ട് എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം. മറ്റൊരാളുടെ വസ്തുവിൽ കൂടി വഴി ലഭിക്കാൻ നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും വസ്തുവിൻ്റെ അന്നത്തെ സാഹചര്യം, ഉപയോഗം, മറ്റു വഴികളുടെ ലഭ്യത എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇതിനായി നമുക്ക് നിയമങ്ങളും അവകാശങ്ങളും പരിശോധിക്കാം. നിങ്ങളുടെ വസ്തുവിലേക്ക് പൊതുവഴിയിൽ നിന്നോ മറ്റോ കടന്നു പോകാൻ മറ്റ് യാതൊരു വഴിയുമില്ലാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത വസ്തുവിൽ കൂടി നിങ്ങൾക്ക് വഴി ആവശ്യപ്പെടാം. ഇന്ത്യൻ ഈസ്മെൻ്റ് ആക്ട് പ്രകാരം ഇതിന് നിയമപരമായ അർഹതയുണ്ട്. വസ്തു വാങ്ങിയ പ്രമാണത്തിൽ ആ വസ്തുവിലേക്കുള്ള വഴിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. പ്രമാണത്തിൽ രേഖപ്പെടുത്തിയ വഴി തടയാൻ അയൽക്കാരന് നിയമപരമായി കഴിയുകയില്ല. മറ്റു വഴികൾ ഒന്നുമില്ലെങ്കിൽ വർഷങ്ങളായി, അതായത് കുറഞ്ഞത് 20 വർഷം നിങ്ങൾ ആ വഴി തടസ്സമില്ലാതെ ഉപയോഗിച്ചു വരുന്നുണ്ടെങ്കിൽ ആ വഴി നിങ്ങളുടെ അവകാശമായി മാറും. കോടതിയെ സമീപിച്ച് വഴി അനുവദിച്ച് കിട്ടുമ്പോൾ ആ വഴിക്കായി ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ വില സ്ഥലം ഉടമയ്ക്ക് നൽകേണ്ടി വന്നേക്കാം. ആദ്യഘട്ടത്തിൽ അയൽക്കാരനുമായി സംസാരിച്ച് സൗഹാർദ്ദപരമായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അതായത് പഞ്ചായത്ത്, നഗരസഭ ഇടപെടൽ നേടാം. ഇതുകൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ലെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ച് മുൻസിഫ് കോടതി വഴി അനുയോജ്യമായ വഴി കണ്ടെത്തുന്നതിന് സിവിൽ കേസ് ഫയൽ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക്, കമൻറ്റ് എല്ലാം വേണം. ഓക്കെ, ബൈ.